കർത്താവിന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളത് വെച്ച് എന്ത് ചെയ്യണം? ഉള്ള ഭാഷ വെച്ചിട്ട്, ഉള്ള ജ്ഞാനം വെച്ചിട്ട്, നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച വചനം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളവന്, അത് കൈകാര്യം ചെയ്യുന്നവന്, അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നവന്. ഇവിടെ വചനം പറയുന്നത്, യേശുവാണ് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം, ഉള്ളവന് വീണ്ടും കൊടുക്കുമെന്ന് പറയുമ്പോൾ ഒരിക്കലും ചിന്തിക്കല്ലേ പണമോ വേറെ ജ്ഞാനമോ ഒന്നുമല്ല. അത് അങ്ങനെ ചിന്തിച്ച് പോയാൽ, ബുദ്ധിയിൽ ചിന്തിച്ചാൽ അത് അനീതിയായിട്ട് വരും. ഉള്ളവന് കൊടുക്കുന്നു, ഇല്ലാത്തവനുള്ളതുകൂടെ എടുത്ത് കളയുന്നു. അതിനെപ്പറ്റിയല്ല ഇവിടെ യേശു വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടാണ് അവിടെ അത് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ പ്രാധാന്യത അറിഞ്ഞ് ദൈവത്തിന് മറ്റുള്ളതൊക്കെ പോട്ടെന്നേ, പണമായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ലോകത്തിലെ വിഷയം. അത് യോബ് പറഞ്ഞ പോലെ യഹോവ തന്നു, യഹോവ എടുത്തു, കർത്താവിൻ്റെ നാമം, അത്രയേ ഉള്ളൂ ലോകത്തിൻ്റെ വിഷയം. ഇന്ന് നമുക്കുള്ള ചിലപ്പോൾ നാളെ ഇല്ലാതായാലും സ്തോത്രം ചെയ്യൂ. സ്തോത്രം വന്നില്ലല്ലോ. നിങ്ങൾ ചിന്തിക്കുക, ദൈവമേ പ്രോഗ്രസ് അല്ലേ ഉണ്ടാകേണ്ടത്, എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നത് അത് ആരൊക്കെ ദൈവദാസന്മാർ നിങ്ങളെ കൺഫ്യൂസ് ചെയ്തിരിക്കുന്നത്. ഭൗമിക വിഷയത്തിന് പ്രോഗ്രസ്സാണ് ഉണ്ടാകേണ്ടതെന്ന് ആണെങ്കിൽ പൗലോസിന് എന്തോ ഉണ്ടായത്? പ്രോഗ്രസ് ആണോ? ആ ലൂക്കോസിന് എന്തോ ഉണ്ടായത്? മത്തായിക്ക് എന്തോ ഉണ്ടായത്? അവർക്ക് എന്തോ ഉണ്ടായത്? പ്രോഗ്രസ് ആണോ? നോ. ഭൗമിക വിഷയത്തിന് പ്രോഗ്രസ് എങ്ങും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ആരോഗ്യത്തിന് പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. വിക്കൻ്റെ വിക്ക് പോലും മാറിയില്ല. മോശയോട് ചോദിച്ചാൽ മോശ പറയും, എന്നാൽ കുറഞ്ഞ വർഷം കർത്താവിനെ എന്നെ സൗഖ്യപ്പെടുത്തി പോരായിരുന്നു. ഞാൻ എന്തിന് ഈ അഹരോനെ ആശ്രയിക്കുന്നു ഓരോ വട്ടം? ഞാൻ വിക്കി അഹരോനോട് പറയും, അഹരോൻ അത് ക്ലിയറായിട്ട് പറയും. എന്നാൽ എന്നെ അങ്ങ് സൗഖ്യപ്പെടുത്തി അങ്ങ് ഉപയോഗിച്ചാൽ പോരെ. പ്രൈസ് ദി ലോർഡ്. ഉള്ളത് വെച്ചിട്ട്, ആ വിക്കാണെങ്കിൽ ആ വിക്ക് കൊണ്ട് മോശയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? അങ്ങ് സംസാരിച്ചു. അത് വ്യക്തമാക്കി കൊടുക്കാനുള്ള ആളിനെ ഞാൻ കൂടെ അറേഞ്ച് ചെയ്തോളാം. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാത്തിനും വിടുതലും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതൊന്നുമല്ല. ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? ശുശ്രൂഷ ചെയ്ത് തുടങ്ങണം. ശുശ്രൂഷയിലൊരു പ്രോഗ്രസ് ഉണ്ടാവും, അഭിഷേകത്തിലൊരു പ്രോഗ്രസ് ഉണ്ടാവും, സ്വർഗീയ ജ്ഞാനത്തിൽ, അത് വചനം പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്, ജ്ഞാനത്തിലൊരു പ്രോഗ്രസ് ഉണ്ടാവും. ദൈവം നിങ്ങളെ ഏൽപ്പിക്കുന്ന ഓരോ വിഷയത്തിലും ഒരു പ്രോഗ്രസ് ഉണ്ടാവും. നിനക്ക് ദൈവം തരുന്ന അധികാരത്തിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവും. സാത്താൻ നിന്നെ ഭയക്കും. വിശുദ്ധിയിലൊരു പ്രോഗ്രസ് ഉണ്ടാവും. പ്രത്യാശയിലും ദൈവസ്നേഹത്തിലും എന്തുണ്ടാവും? ഒരു വളർച്ച ഉണ്ടാവും. അതൊക്കെ വചനം പറയുന്നു. അവിടാണ് വളർച്ച ഉണ്ടാകേണ്ട ഏരിയകൾ. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയകൾ എവിടാ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് മൂന്നുമാണ് എന്ത് ചെയ്യുന്നത്? നിലനിൽക്കുന്നത്.